Hello, good afternoon. Welcome to Learning. നമ്മൾ ഈ ഒരു വീഡിയോയിൽ PYQ കീം PYQ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ബാക്കി റിമൈനിങ് വരുന്ന ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാർട്ട് 4 എന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മളൊരു നിയർലി 35 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു 15 ക്വസ്റ്റ്യൻസും കൂടിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം നമുക്ക്. First one, a ring of radius 1.75 meter stands vertically. Okay, ഒരു റേഡിയസ് തന്നിട്ടുണ്ട്, ഒരു റിംഗിന്റെ റേഡിയസ് 1.75 ആണ്, വെർട്ടിക്കലി ആയിട്ടാണ് നിൽക്കുന്നത്. A small sphere of mass 1 kg rolls on the inside of the ring without slipping. Slipping ഇല്ലാതെ ഒരു 1 kg വെയിറ്റ് ഉള്ള ഒരു സ്പിയർ ഈ പറയുന്ന റിംഗിന്റെ ഉള്ളിലൂടെ സ്ലിപ്പിംഗ് ഇല്ലാതെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. If it has a velocity 10 meter per second at the bottom of the ring, ആ റിംഗിന്റെ ബോട്ടത്തിൽ അതിന്റെ വെലോസിറ്റി വന്ന് 10 meter per second ആണെങ്കിൽ ടോപ്പിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് G is equal to 10 meter per second square എന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഇ ആണ് റൈറ്റ് ആൻസർ, 5√2 meter per second. അപ്പോൾ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു ഹോളോ സ്പിയർ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ റിംഗിന്റെ ആ ഒരു റേഡിയസ് എന്ന് പറയുന്നത് 1.75 മീറ്റർ ആണ്. അതിന്റെ ഉള്ളിലൂടെയാണ് ഒരു 1 kg മാസ് ഉള്ള ഒരു റിംഗ്, ഒരു സ്പിയർ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഒരു ഇനിഷ്യൽ വെലോസിറ്റി 10 meter per second ആണ് തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കൂ, ഹാഫ് mv1 സ്ക്വയർ ഇൻറ്റു 7/5 is equal to half mv2 സ്ക്വയർ ഇൻറ്റു 7/5 പ്ലസ് mg2r എന്നുള്ളത്. ഇതാണ് നമുക്ക് വരുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ എന്ത് ചെയ്തു, m എന്ന് പറയുന്നത് എല്ലാത്തിലും കോമൺ ആണ്, അത് ഞാൻ ക്യാൻസൽ ചെയ്തു. സോ v1 സ്ക്വയർ ഇൻറ്റു 7/10 is equal to v2 സ്ക്വയർ ഇൻറ്റു 7/10 പ്ലസ് 2gr ആണ്. അപ്പൊ v2 സ്ക്വയർ ഇൻറ്റു 7/10 ഈക്വൽ ടു v1 സ്ക്വയർ, അതായത് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് v2 വെലോസിറ്റി ആണ് അല്ലെ. സോ അപ്പൊ ഞാൻ ഈ ഒരു ഇക്വേഷനിൽ നിന്നും v2 വെലോസിറ്റിനെ മാത്രം ഒരു സൈഡിൽ നിർത്തി ഈ 2gr ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ദെൻ v2 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും, v1 സ്ക്വയർ ഇൻറ്റു 7/10 ഇൻറ്റു ഈ ഒരു 7/10 റെസിപ്രോക്കൽ ആയിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ 10/7 മൈനസ് 2gr ഇൻറ്റു 10/7. അപ്പൊ ഈ ഒരു 10/7 ഈ ഒരു 10/7 ക്യാൻസൽ ചെയ്താൽ v1 സ്ക്വയർ മൈനസ് 2gr ഇൻറ്റു 10/7. ഇതാണ് നമുക്ക് വരുന്നത് v2 നുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് v1 10 meter per seconds ആണ് അറിയാം, അതുപോലെ gയും rഉം നമുക്ക് തന്നിട്ടുണ്ട്. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. v1 അറിയാം, r അറിയാം. സോ v2 is equal to v1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 വരും, മൈനസ് 2gr, 2 ഇൻറ്റു g എന്ന് പറയുന്നത് 10 ഇൻറ്റു r എന്ന് പറയുന്നത് 1.75 ഇൻറ്റു 10/7 കൂടി നമുക്ക് അതിൽ വരുന്നുണ്ട്. സോ 100 മൈനസ് ഇത്രയും ടൈമിന് എനിക്ക് സോൾവ് ചെയ്യുമ്പോൾ 50 ആണ് കിട്ടുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 50 ആണ്. v2 ആണ് നമുക്ക് വേണ്ടത്, v2 സ്ക്വയർ അല്ല. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 50 is equal to 2 ഇൻറ്റു 25 എന്ന് എഴുതാം അല്ലെ, 15. അപ്പൊ റൂട്ട് 25 എന്ന് പറയുന്നത് 5 ആണ്. സോ 5√2. അപ്പൊ എനിക്ക് വരുന്ന v2ന്റെ അല്ലെങ്കിൽ മുകളിൽ എത്തുമ്പോൾ വരുന്ന ആ ഒരു വെലോസിറ്റി എന്ന് പറയുന്നത് 5√2 ആണ് വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എ സിഗ്നൽ ഓഫ് 5 kilohertz ഫ്രീക്വൻസി ഈസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ഓൺ ദ കാരിയർ വേവ് ഫ്രീക്വൻസി ഓഫ് 5 megahertz. ദ ഫ്രീക്വൻസീസ് ഓഫ് ദ സൈഡ് ബാൻഡ്സ്. അപ്പൊ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഫ്രീക്വൻസി നമുക്ക് സിഗ്നൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, കരിയർ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അതിന്റെ സൈഡ് ബാൻഡുകൾ, അപ്പർ സൈഡ് ബാൻഡും ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസീസും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ലോവർ സൈഡ് ബാൻഡ് എന്ന് പറയുന്നത് 4.995 മെഗാഹെർട്സും അപ്പർ സൈഡ് ബാൻഡ് എന്ന് പറയുന്നത് 5.005 മെഗാഹെർട്സും ആണ്. ഓക്കെ, അപ്പൊ സൊല്യൂഷൻ നോക്കൂ, എഫ് നമുക്ക് തന്നിട്ടുണ്ട് 5 കിലോഹെർട്സ് ആണ് അല്ലെ. സോ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം, 5 ഇൻറ്റു 10⁻³ ഹെർട്സിന്റെ ടേമിലേക്ക് മാറ്റിയിട്ടുണ്ട്. എഫ് സി എന്ന് പറയുന്നതാണ് കരിയർ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മെഗാഹെർട്സ് ആണ്. സോ എനിക്ക് അതിനെ 5000 ഇൻറ്റു 10⁻³ ഹെർട്സ് എന്നുള്ള ടൈമിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്യാണ്. അപ്പൊ എഫ് എം പ്ലസ് എഫ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും, 5 പ്ലസ് 5000 5005. സോ 5 ഇൻറ്റു 005 മെഗാഹെർട്സ് എഴുതാം. ലോവർ സൈഡ് ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ രണ്ട് ഫ്രീക്വൻസികൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4.995 മെഗാഹെർട്സ്. ഓപ്ഷൻ സി ആണ് നമുക്ക് കിട്ടുന്നത് റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ. A string clamped at both ends has a mass of 10 gram, length 1 meter and it's kept under the tension 1 Newton. മാസ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടെൻഷനും തന്നിട്ടുണ്ട്. It is vibrating in the fundamental mode with an amplitude of 1 centimeter. ഒരു ആംപ്ലിറ്റ്യൂഡ് 1 സെന്റിമീറ്ററിൽ അത് ഫണ്ടമെന്റൽ മോഡിൽ വൈബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന മാക്സിമം ആക്സലറേഷൻ എത്രത്തോളമാണ്, അല്ലെങ്കിൽ സ്ട്രിങ്ങിന്റെ മാക്സിമം ആക്സലറേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ, πr² meter per second square ആണ്.
സൊല്യൂഷൻ നോക്കൂ. F is equal to 1 by 2L into square root of 2 by M. ഇതാണ് 2 by mu. ഇതാണ് നമുക്ക് വരുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ L നമുക്കറിയാം, അതുപോലെ തന്നെ T എനിക്കറിയാം, then മാസും എനിക്കറിയാം. സോ ഞാൻ F is equal to സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് 1 divided by 2L into square root of T എന്ന് പറയുന്നത് ടെൻഷൻ 1, mu ന് പകരം 10 into 10 to the power minus 3 by 1 എഴുതും. which is equal to എനിക്ക് 5 kHz എന്നാണ് എനിക്ക് കിട്ടുന്നത്. ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. കാരണം എനിക്ക് വരുന്ന മാക്സിമം ആക്സലറേഷൻ ഇക്വേഷൻ എന്താണ്? ഒമേഗ സ്ക്വയർ എ എന്നാണ്. ഓക്കെ, അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ 2π f ആണ്. അപ്പോൾ അതിൽ എനിക്ക് എഫിന്റെ ആവശ്യം വരുന്നുണ്ട്. സോ 5 kHz എഫ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2π f സ്ക്വയർ f ഹോൾ സ്ക്വയർ ഇൻറ്റു എ ആണ്. എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ, സോ 2π അതായത് 4π സ്ക്വയർ ഇൻറ്റു എഫ് എന്ന് പറയുന്നത് 5 ന്റെ സ്ക്വയർ 25 ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് 1 സെന്റിമീറ്റർ, ദാറ്റ് ഇസ് 1 into 10 to the power minus 2. അപ്പോൾ ഇത് എനിക്ക് എന്ത് വരും? ആൻസർ എനിക്ക് വരുന്ന ആംപ്ലിറ്റ്യൂഡ് മാക്സിമം അല്ലെങ്കിൽ ആക്സലറേഷൻ മാക്സിമം എന്ന് പറയുന്നത് പൈ സ്ക്വയർ ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സ്പെറിക്കൽ ബോൾ ഈസ് സബ്ജക്റ്റഡ് ടു എ പ്രഷർ 200 atmosphere. If the bulk modulus of the ball is 10 to the power 11 Newton per meter square, then the change in the volume. ഓക്കെ, അപ്പോൾ നമുക്ക് ബൾക്ക് മോഡുലസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രഷർ ചേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വോളിയത്തിൽ വരുന്ന ചേഞ്ച് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 10 to the power minus 2% ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ബൾക്ക് മോഡുലസ് ആണ് തന്നിരിക്കുന്നത്. 10 to the power 11 Newton per meter square ആണ്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ B is equal to P into V by minus del V ആണ്. മൈനസ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ ഒരു വോളിയത്തിൽ വരുന്ന ഡിക്രീസ്, ചേഞ്ചിങ് വോളിയം എന്ന് പറയുന്നത് വോളിയത്തിൽ വരുന്ന ഡിക്രീസിനെയാണ് നമ്മൾ ആ ഒരു മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ പി എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ്, വി എന്ന് പറയുന്നത് ഒറിജിനൽ വോളിയം, ഡെൽ വി എന്ന് പറയുന്നത് ചേഞ്ചിങ് വോളിയം ഓഫ് ദ ബോൾ ആണ്, അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് എന്താണ്? ബൾക്ക് മോഡുലസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്. അതിൽ നിന്ന് ഞാൻ ബി ബൈ ഡെൽ വി എന്നുള്ള ഇക്വേഷൻ എഴുതി. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ പി വരും. അപ്പൊ എനിക്ക് ജസ്റ്റ് ചേഞ്ച് ഇൻ വോളിയം മുകളിലേക്ക് എടുക്കാനായിട്ട് ഡെൽ വി ബൈ വി ഇസ് ഈക്വൽ ടു പി ബൈ ബി എന്നാണ്. അതിന് എനിക്ക് പെർസെന്റേജ് അല്ലേ വേണ്ടത്? സോ ഇൻറ്റു 100 കൊടുത്തു. സോ പി എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. അതിന് ഞാൻ നോർമൽ ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഇൻറ്റു 10 to the power 5 ആണ് അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യാനായിട്ട്, ATM പ്രഷറിന്. ഇൻറ്റു ഈ ഒരു 100 രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവൈഡഡ് ബൈ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് 10 to the power 11 ആണ്. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടുന്നത്? 10 to the power minus 2% ആണ് ഡിക്രീസ് വരുന്നത്, അതായത് ചേഞ്ചിങ് വോളിയം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. എ ഹോളോ സ്ഫിയർ ഓഫ് റേഡിയസ് r encloses an electric dipole composed of two charges q plus q and minus q. The net flux electric field through the surface of the sphere due to the enclosed dipole. ഒരു എൻക്ലോസ്ഡ് ഡൈപോൾ കാരണം ആ ഒരു സ്ഫിയറിന്റെ സർഫേസിൽ ഉണ്ടാകുന്ന നെറ്റ് ഫ്ലക്സ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, റേഡിയസ് ആറും രണ്ട് ചാർജുകൾ എത്രയാണ്? മൈനസ് ക്യൂ പ്ലസ് ക്യൂ ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. 0 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതായത് ആ ചാർജ് എന്ന് പറയുന്നത് ആ ഒരു സ്ഫിയറിൽ 0 ആണ്. ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദ സ്ഫിയർ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ടോട്ടൽ വരുന്ന ആ ഒരു നോർമൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ വരുന്നത്? 0 ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ. The work done W is required by an agent to form a bubble of radius r. Okay, an extra amount of work del W is required to increase the radius by del r. അപ്പോൾ ഒരു വർക്ക് ഡൺ W എന്ന് പറയുന്നത് നമുക്കൊരു ബബിൾ, ഒരു റേഡിയസ് r ഉള്ള ഒരു ബബിൾ ഫോം ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വേണ്ടി വരുന്നത് വർക്ക് എന്ന് പറയുന്നത് W ആണ്. അപ്പോൾ ഒരു എക്സ്ട്രാ എമൗണ്ട് del W എന്ന് പറഞ്ഞ ഒരു വർക്ക് നമുക്ക് റിക്വയർഡ് ആണ്. എന്തിനാണ്? ഈ റേഡിയസ് r-നെ del r ആയിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട്. അപ്പൊ റേഡിയസിൽ ഉണ്ടായ ചേഞ്ച് del r by r 1% ആണെങ്കിൽ W, അതായത് del W ചേഞ്ചിങ് വർക്ക് ഡൺ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് 2%. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് വർക്കിനുള്ള ഒരു ഇക്വേഷൻ 8πr² സിഗ്മയാണ്. അപ്പൊ ഇതിന്റെ del W by W into 100%, ഈ ഒരു റേഞ്ചിൽ നമുക്ക് വേണ്ടത്, ഇൻറ്റു വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു del r by r into 100% ആണ്. അപ്പൊ ഈ del r by r നമുക്ക് തന്നിരിക്കുന്നത് 1% ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 2% ആണ് നമുക്ക് വർക്ക് ഡൺ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈച്ച് സൈഡ് ഓഫ് ദ റെക്ടാംഗിൾ hexagon has a resistance r. The effective resistance between the two opposite vertices of the hexagon is. Okay, option C is the right answer. 3/2 r അല്ലെങ്കിൽ 3r/2 r. അപ്പൊ RAB, അതായത് ഞാൻ ഇവിടെ B എന്നുള്ള ഒരു പേരും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രണ്ട് ബിറ്റ്വീൻ ആയിട്ട് വരുന്ന റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്താ വരുന്നത്? ടോട്ടൽ എന്ന് പറയുന്നത് 3r into 3r
ഹോൾ ഡിവൈഡഡ് ബൈ 3r പ്ലസ് 3r. ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇത് എന്ത് വരും? 9r ബൈ 6r എന്ന് വരും അല്ലെ. അപ്പൊ 9/6 എന്ന് പറയുന്നത് 3/2 ആണ്. അപ്പൊ 3/2 r ആണ് എനിക്ക് വരുന്ന രണ്ട് ഓപ്പോസിറ്റ് വെർട്ടിസസുകൾ തമ്മിൽ വരുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, the metallic solid spheres A and B have the radius r and 3r respectively. The solid spheres are charged and kept isolated. Then the two spheres are connected to each other through a thin conducting wire. The ratio of the final charge on the spheres A and B. അപ്പോൾ രണ്ട് മെറ്റാലിക് സോളിഡ് സ്ഫിയർ എയും ബിയും ആണ്. അതിന്റെ റേഡിയസ് ആറും 3r ആണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും ചാർജ് ചെയ്തിട്ട് നമ്മൾ ഐസൊലേറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ രണ്ട് സ്പിയേഴ്സും പരസ്പരം കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു തിൻ കണ്ടക്ടിങ് വയർ വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്പിയറിൽ ഉണ്ടാവുന്ന ഫൈനൽ ചാർജുകളുടെ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 1:3 ആണ് നമുക്ക് വരുന്ന റേഷ്യോ. അപ്പൊ നോക്കൂ, രണ്ട് ചാർജുകൾ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് QA അതുപോലെ തന്നെ QB ആണ്. റേഡിയസ് എന്ന് പറയുന്നത് ആറും അതുപോലെ തന്നെ 3r ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു. VA is equal to VB ആണ്. അപ്പൊ ഇക്വേഷൻ KQA/R is equal to K into QB/R ആണ്. അപ്പൊ QA/QB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചാർജ് അല്ലെ. അപ്പൊ K ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ R/3r ആണ് എനിക്ക് വരുന്നത്. കാരണം റേഡിയസ് എന്ന് പറയുന്നത് 3r ആണ് അല്ലെ. സോ 1/3 ആണ് നമുക്ക് വരുന്ന ആ ഒരു റേഷ്യോ. ദാറ്റ് ഈസ് 1:3 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, a heat engine operates between a cold reservoir and a hot reservoir. Engine takes 200 joule of the heat from the hot reservoir and has the efficiency of 0.4. The amount of heat delivered to the cold reservoir in a cycle. അപ്പോൾ ഒരു എഞ്ചിൻ, ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു കോൾഡ് റിസർവോയറിനെയും ഹോട്ട് റിസർവോയറിനും ബിറ്റ്വീൻ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഞ്ചിൻ എടുത്തിരിക്കുന്ന ആ ഒരു ഹീറ്റ് എന്ന് പറയുന്നത് 200 ജോൾ ആണ് ഹോട്ട് റിസർവോയറിൽ എടുത്തിരിക്കുന്നത്. എഫിഷ്യൻസി എന്ന് പറയുന്നത് 0.4 ആണ്. അങ്ങനെയാണെങ്കിൽ ഹോട്ട് റിസർവോയറിലേക്ക്, കോൾഡ് റിസർവോയറിലേക്ക് എത്രത്തോളം ഹീറ്റ് ആണ് ഡെലിവർ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 120 ജൂൾ ആണ് നമ്മൾ കോൾഡ് റിസർവോയറിലേക്ക് എത്തിയിരിക്കുന്ന ആ ഒരു ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് QL/QH ആണ്. ഓക്കെ, അപ്പൊ ഈറ്റ നമുക്ക് എഫിഷ്യൻസി തന്നിട്ടുണ്ട് 0.4 എന്നും ഈക്വൽ ടു 1 മൈനസ് QL/200 ആണ് നമുക്ക് കിട്ടുന്നത്. QL/200 is equal to 1 minus 0.4 വരും. അപ്പൊ QL is equal to എന്ത് കിട്ടും? 120 ജൂൾ എന്ന് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, a metallic bullet with an initial velocity of 500 meter per second penetrates a solid subject and melts. Initial temperature of the bullet is 30 degrees Celsius and its melting point is 280 degrees Celsius. The ratio of the total heat generated to the initial kinetic energy of the bullet will be. നമുക്ക് ഇവിടെ ഒരു റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ടോട്ടൽ ഹീറ്റ് ജനറേറ്റ് ആയതിന്റെയും ഇനിഷ്യൽ കൈനറ്റിക് എനർജിയും തമ്മിൽ ഉണ്ടാവുന്ന ഒരു റേഷ്യോ ആണ് ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇനിഷ്യൽ ടെമ്പറേച്ചറും അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റ് ടെമ്പറേച്ചറും അതായത് ഫൈനൽ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. Then latent heat of the fusion, ആ ഒരു മെറ്റലിന്റെ latent heat എത്രയും തന്നിട്ടുണ്ട്. Similarly specific heat capacity തന്നിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ ഇ is the right answer. 0.64 ആണ് നമുക്ക് കിട്ടുന്ന ഒരു റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. U നമുക്ക് 500 മീറ്റർ പെർ സെക്കൻഡ്, ടെമ്പറേച്ചർ T1 തന്നിട്ടുണ്ട്, T2 തന്നിട്ടുണ്ട്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇക്വേഷൻ ആണ് Q is equal to mc del T plus ml എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് m എത്രയാണെന്ന് അറിയില്ല. സോ ആ വാല്യൂവിന് പകരം ഞാൻ ബാക്കിയുള്ള C എന്താണെന്ന് കൊടുത്തു. C എനിക്ക് 200 ആണ്. അതുപോലെ തന്നെ ഡെൽ ടി എന്ന് പറയുന്നത് 280 മൈനസ് 30, ഇതാണ് രണ്ട് ടെമ്പറേച്ചറുകൾ, പ്ലസ് എം ഇൻറ്റു എൽ എന്ന് നമുക്കറിയാം. സോ ക്യൂ ഇസ് ഈക്വൽ ടു എനിക്ക് എം ഇൻറ്റു 80,000 കിട്ടുന്നത്. ഇനി അടുത്തത് കൈനറ്റിക് എനർജിയാണ്, ഹാഫ് എം യു സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു യു എന്ന് പറയുന്നത് 500 ആണ്. അതെനിക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? എം ഇൻറ്റു 1,25,000 ആണ് കിട്ടുന്നത്. എനിക്ക് വേണ്ട റേഷ്യോ എന്ന് പറയുന്നത് Q/KE ആണ്. Q ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, കെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ എം ഒന്നും ക്യാൻസൽ ആകും. ഇവിടെ നമുക്ക് എത്രയാണ്? 4 zeros, സോറി 3 zeros ക്യാൻസൽ ആവുള്ളൂ. ഇത് 3 zeros. അപ്പൊ 80/125 which is equal to 0.64 ആണ് എനിക്ക് കിട്ടുന്ന റേഷ്യോ. ഓക്കെ, ഐഡന്റിഫൈ which type of electromagnetic wave is produced using ക്ലിസ്ട്രോൺ ഓർ മാഗ്നെട്രോൺ വേവ്. ക്ലിസ്ട്രോൺ അല്ലെങ്കിൽ ഒരു മാഗ്നെട്രോൺ വേവ് യൂസ് ചെയ്തിട്ട് ഏത് ടൈപ്പ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി മൈക്രോവേവ് ആണ് നമ്മൾ ഈ പറയുന്ന ക്ലിസ്ട്രോൺ അല്ലെങ്കിൽ മാഗ്നെട്രോൺ വാൽവ് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ക്ലിസ്ട്രോൺ വാൽവ് അല്ലെങ്കിൽ ഒരു മാഗ്നെട്രോൺ വേവ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്.
അതേപോലെ തന്നെ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്, അതിൽ വരുന്ന ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മൈക്രോവേവ് ആണ്. ഓക്കെ, ഈ മൈക്രോവേവ് നമ്മൾ ഓൾറെഡി വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നത് ഹീറ്റിംഗ് വേവ്സ് ആണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? മൈക്രോവേവ് ഓവൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഹീറ്റിംഗ് കുക്കിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോവേവ് ഓവനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു മൈക്രോവേവിന്റെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ they are reflected by the metal. Okay, വെള്ളത്തിലൂടെ പാസ് ചെയ്യാനും പറ്റും, they can reflected by the metal കൂടിയാണ്. Okay, so ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് അവർ കൂടുതലായിട്ട് നമ്മൾ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോവേവ് വേവ് ഓവൻ എന്നൊക്കെ പറഞ്ഞത് ഒരു നമുക്ക് ഡെയിലി ലൈഫിൽ വരുന്ന ഒരു പാർട്ടായി മാറിയിരിക്കുകയാണ് അല്ലെ. Radio waves are used in communications and telecommunication. They are used in strategic military communications. Okay. അതുപോലെ ഗാമ റേസ് എന്ന് പറയുന്നത് ഹാർംഫുൾ റേസ് ആണ്. അതെന്ന് പറയുന്നത് ബ്ലഡ് ക്യാൻസർ, ഹ്യൂമൻ ബീങ്സിൽ ബ്ലഡ് ക്യാൻസർ ആകുന്നതിന് കാരണമാകുന്നുണ്ട്. എക്സ്റേസ്, അതായത് വേവ്സുകളുടെ ഒക്കെ യൂസസ് ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയുന്നത്. എക്സ്റേസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു നമ്മുടെ ഹ്യൂമൻ ഇന്റേണൽ ഓർഗൻസിൽ അതുപോലെ തന്നെ ബോൺസുകളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഡയഗ്നൈസ് ചെയ്യാനായിട്ട് നമ്മൾ എക്സ്റേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ക്ലിസ്ട്രോൺ വാൽവ് അല്ലെങ്കിൽ മാഗ്നട്രോൺ വേവ് യൂസ് ചെയ്ത് നമ്മൾ ഏതാണ്? മൈക്രോവേവ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which of the following scientific principle is used to produce the ultra high magnetic field? It is option E is the right answer. Superconductivity ആണ്. Okay, superconductivity ആണ് ആൻസർ. So the technology of production of ultra high magnetic field എന്ന് പറയുന്നത് superconductivity ബേസ് ചെയ്തിട്ടാണ്. Okay, superconductivity എന്ന് പറഞ്ഞാൽ എന്താണ്? ചില മെറ്റീരിയലുകൾക്കുള്ള ഒരു സർട്ടൻ എബിലിറ്റി ആണ്, വളരെ ലോ ടെമ്പറേച്ചറിൽ അത് ഇലക്ട്രിക് കറന്റിനെ കണ്ടക്ട് ചെയ്യാനായിട്ട് സീറോ റെസിസ്റ്റൻസ്, പ്രാക്ടിക്കലി സീറോ റെസിസ്റ്റൻസിൽ ഇലക്ട്രിക് കറന്റുകളെ കണ്ടക്ട് ചെയ്യാനായിട്ട് അറ്റ് വെരി ലോ ടെമ്പറേച്ചറിൽ ചില മെറ്റീരിയലുകൾക്കുള്ള ഒരു എബിലിറ്റിനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു സൂപ്പർ കണ്ടക്ടറിന് എങ്ങനെയായിരിക്കും? സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആയിരിക്കും. ആ ഒരു പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ ട്രാൻസിഷൻ ടെമ്പറേച്ചറിന് താഴെ സീറോ ഇലക്ട്രിക് റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ the temperature at which the changing from a normal conducting state to a super conducting state നെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അതല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റൽ എന്ന് പറയുന്നത് അതിന്റെ നോർമൽ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ നിന്നും സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ആകുന്ന ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അതല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു മെർക്കുറി എന്ന് പറയുന്നത് ഒരു സൂപ്പർ കണ്ടക്ടർ ആണ്. ഓക്കെ, അതിന് വരുന്ന ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 4 ഡിഗ്രി കെൽവിൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, a series LCR circuit consists of a variable capacitor connected to an inductor of inductance 50 millihenry, resistance 100 ohm ആണ്, ഒരു AC source angular frequency 500 radians per seconds ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? the value of the capacitance so that the maximum current may be drawn into the circuit. മാക്സിമം കറന്റ് അതിലൂടെ പോകണമെങ്കിൽ നമുക്ക് ആ ഒരു കപ്പാസിറ്ററിന്റെ വാല്യൂ എത്രയായിരിക്കണം എന്നാണ്. അതായത് എല്ലിന്റെ വാല്യൂ അറിയാം, 6 തന്നിട്ടുണ്ട്, സി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ, 80 മൈക്രോ ഫാരഡ്. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യാം? മാക്സിമം കറന്റ് ഡ്രോൺ ചെയ്യാനുള്ളത് XL ഈക്വൽ ടു XC, അതായത് അറ്റ് ആ ഒരു റെസൊണന്റ് ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ റെസൊണൻസിലായിരിക്കണം. സോ ഒമേഗ എൽ ഇസ് ഈക്വൽ ടു 1 ബൈ ഒമേഗ സി ആണ്. അപ്പൊ ഇതൊന്നും എനിക്ക് സി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സി ഇസ് ഈക്വൽ ടു 1 ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു എൽ ആണ്. അപ്പൊ ഒമേഗയാണ് നമുക്ക് 500 റേഡിയൻസ് പെർ സെക്കൻഡ് തന്നിരിക്കുന്നത്. സോ സി ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 25 into 10 to the power 4 into 5 into 10 to the power minus 2 which is equal to 80 മൈക്രോ ഫാരഡ് ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ, കപ്പാസിറ്ററിന്റെ വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, a simple pendulum experiment is performed for the value of g, the acceleration due to earth's gravity. The measured value of the length of the pendulum is 25 cm with the accuracy of 1 mm and the measured time for 100 oscillations is found to be 100 seconds with an accuracy of 1 second. The percentage of uncertainty in the determination of g, നമ്മുടെ ആ ഒരു ജിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെർസെന്റേജ് ഓഫ് അൺസർട്ടനിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കുറെ വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലെ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, 2.4 ആണ് നമുക്ക് കിട്ടുന്നത്. മെഷേർഡ് ലെങ്ത് നമ്മൾ എത്രയാണ്? L is equal to 25 ആണ്, അതിന്റെ പ്ലസ് ഓർ മൈനസ് 1 വരുന്നുണ്ട്, നമുക്ക് പറഞ്ഞിട്ടുണ്ട് ആ ഒരു വാല്യൂ എത്രയാന്നുള്ളത്. അതേപോലെ ടൈം ഫോർ 100 ഓസിലേഷൻസ് അതുപോലെ തന്നെ 10 പ്ലസ് ഓർ മൈനസ് 1 സെക്കൻഡ്സ് ആണ്. ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം? 100 പ്ലസ് ഓർ മൈനസ് 1 ബൈ 100 which is second, that is equal to 1 പ്ലസ് ഓർ മൈനസ് 0.01 സെക്കൻഡ്സ് ആണ് വരുന്നത്. സിമ്പിൾ പെൻഡുലത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം, T is equal to 2 pi into root of L by G ആണ് അല്ലെ.
അപ്പോൾ g ആണ് നമുക്ക് അതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് സൈഡ് ഞാൻ സ്ക്വയർ റൂട്ട് ചെയ്തു. സോ l by t square into 2pi whole square വരുന്നുണ്ട്. നമുക്കൊരു റേഷ്യോ ആണ്, അതായത് del g by g is equal to del l by l plus 2 del t by t ആണ്. അപ്പോൾ del l നമുക്കറിയാം, l ഉം അറിയാം, അതുപോലെ തന്നെ del t t ഉം അറിയാം. ഈ വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എത്രത്തോളമാണ് ആ g യുടെ വാല്യൂ വരുന്നത്, ചേഞ്ചിങ് ഗ്രാവിറ്റേഷനിൽ വരുന്ന ചേഞ്ച് എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 2.4% ആണ് കിട്ടുന്നത്. In a current carrying coil of inductance 60 millihenry, the current is changing from 2.5 into one direction, 2.5 in the opposite direction in 10 seconds. അപ്പോൾ ആവറേജ് ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന EMF എത്രത്തോളമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 3 വോൾട്ട് ആണ് നമുക്ക് വരുന്ന ആ ഒരു ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് എത്രയാണ് വരുന്നത്? del is equal to minus L into del I by del T ആണ്. അപ്പോൾ L into del I എന്ന് പറയുന്നത് I2 minus I1, രണ്ട് കറന്റ് തന്നിട്ടുണ്ട്. സോ എല്ലിന്റെ വാല്യൂ നമുക്കറിയാം, കറന്റിന്റെ വാല്യൂസ് ചേഞ്ചിങ് ആണെന്ന് പറഞ്ഞു. സോ മൈനസ് 2.5 മൈനസ് 2.5 വരും. സോ അത് ഞാൻ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 3 വോൾട്ട് ആണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് 3 വോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ PYQ അതായത് 2023 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.